നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിന് പിന്നാലെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ എത്ര പേരാണ് വധശിക്ഷ കാത്ത് ജയിലുകളിൽ ഉള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് വിവിധ ജയിലുകളിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത് 37 തടവുകാരാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ 24 പേരാണ് വധശിക്ഷ കാത്ത് കഴിയുന്നത്. വിയ്യൂർ ജയിലിൽ 4 പേർ വധശിക്ഷ കാത്ത് കഴിയുന്നു. കണ്ണൂരിൽ 3 പേരുണ്ട്. തവനൂർ ജയിലിൽ ഒരാളുണ്ട്. വിയ്യൂർ സുരക്ഷാ ജയിലിൽ 2 പേരുണ്ട്. തിരുവനന്തപുരം വനിതാ ജയിലിൽ 3 പേരാണ് വധശിക്ഷ കാത്ത് കഴിയുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചതോടെ ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട 38ാമത്തെ ആളായി ചെന്താമര മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും അധികം തടവുകാരുള്ളത്. ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട 15 പേർ ഉൾപ്പെടെ 25 പേരാണ് ഇവിടെയുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 5 പേരുണ്ട്. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലെ പ്രതി അമീറുൽ ഇസ്ലാം, ആലുവയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലം എന്നിവർ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. വിയ്യൂർ അതിസുരക്ഷാ ജയിലിലും 3 പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് വധശിക്ഷ കാത്തു കഴിയുന്നത്. അതിൽ ചിലരുടെ വിവരങ്ങൾ മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2022 വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ കോവളം സ്വദേശി റഫീഖ ബീവിക്കും മകനും വധശിക്ഷ വിധിച്ചിരുന്നു. അതേ അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ് ഗ്രീഷ്മയ്ക്കും തൂക്കുകയർ വിധിച്ചത്. ചെങ്ങന്നൂരിലെ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശി പൗരൻ ലബലു ഹസൻ, ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി നിനോ മാത്യു, അസം സ്വദേശി പ്രതി ബോറ, ഒരുമനയൂർ കൂട്ടക്കൊലക്കേസ് പ്രതി റജികുമാർ, മാവേലിക്കര സ്മിത വധക്കേസ് പ്രതി വിശ്വരാജൻ, കോളിയൂർ കൊലക്കേസ് പ്രതി അനിൽകുമാർ എന്നിവരും വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നവരാണ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥരും വധശിക്ഷ കിട്ടിയവരുടെ കൂട്ടത്തിലുണ്ട്. പോലീസുകാർ പ്രതിയായ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉരുട്ടിക്കൊലക്കേസിലാണ് ASI ജിതകുമാർ ശിക്ഷിക്കപ്പെട്ടത്. ഇതേ കേസിൽ വധശിക്ഷ കിട്ടിയ CPO ശ്രീകുമാർ ജയിൽവാസത്തിനിടെ ക്യാൻസർ ബാധിച്ച് മരിച്ചു. 35 വർഷം മുൻപ് 1991 കണ്ണൂരിലാണ് അവസാനമായി സംസ്ഥാനത്ത് വധശിക്ഷ നടപ്പാക്കിയത്. നീലേശ്വരം കരിന്തളം സ്വദേശി റിപ്പർ ചന്ദ്രൻ എന്ന മുതുക്കുറ്റി ചന്ദ്രനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. 1985, 1986 കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തെ വിറപ്പിച്ച വലിയൊരു കൊലയാളിയായിരുന്നു റിപ്പർ ചന്ദ്രൻ. രാത്രിയിൽ ആളുകളെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നതായിരുന്നു റിപ്പർ ചന്ദ്രന്റെ രീതി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലായി നിരപരാധികളായ 14 പേരെ കൊലപ്പെടുത്തിയ കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ. ഇതിൽ ദമ്പതിമാരെ വധിച്ച കേസിലാണ് ചന്ദ്രന് വധശിക്ഷ വിധിച്ചത്. മറ്റുള്ള കേസുകളിൽ ജീവപര്യന്തമായിരുന്നു ശിക്ഷ. വധശിക്ഷയ്ക്കെതിരെ ചന്ദ്രൻ സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ സുപ്രീം കോടതിയും ഈ ശിക്ഷ ശരിവച്ചു. പിന്നീട് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി, അതും തള്ളി. 1991 ജൂലൈ 6 ചന്ദ്രന്റെ വധശിക്ഷ നടപ്പാക്കിയത്. അതിനുശേഷം കേരളത്തിൽ ആരെയും തൂക്കിലേറ്റിയിട്ടില്ല. 1974 കളിയിക്കാവിള സ്വദേശി അഴകേശനെയാണ് പൂജപ്പുരയിൽ ഒടുവിൽ തൂക്കിലേറ്റിയത്. ദുർമന്ത്രവാദത്തിനായി നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയെന്ന കേസിലായിരുന്നു വധശിക്ഷ. ഏറ്റവും കൂടുതൽ പേരെ തൂക്കിലേറ്റിയതിന്റെ റെക്കോർഡ് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1958 ആദ്യ വധശിക്ഷ നടപ്പാക്കിയത്. 1960 മുതൽ 1963 കാലഘട്ടങ്ങളിൽ 5 പേരെ തൂക്കിലേറ്റിയതായി രേഖകളുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് 1967 മുതൽ 1972 കാലഘട്ടങ്ങളായി 3 വധശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങളാണ് നീതിന്യായപീഠം പ്രതിക്ക് തൂക്കുകയർ വിധിക്കുന്നത്. പ്രതി യാതൊരു ദയയും അർഹിക്കില്ലെന്ന് തെളിവുകളുടെ ബോധ്യമാകുന്ന ഘട്ടത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കും. മിക്ക കേസുകളിലും മേൽക്കോടതി വധശിക്ഷ ഇളവ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. പ്രതികളെ കോടതികൾ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോഴും ശിക്ഷ നടപ്പാക്കുന്നത് അപൂർവം. നിർഭയ കേസിൽ 2020 4 പേരുടെ ശിക്ഷ നടപ്പാക്കിയതാണ് രാജ്യത്തെ ഏറ്റവും ഒടുവിൽ നടപ്പാക്കിയ പ്രമാദമായ വധശിക്ഷ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ പരോളിന് അർഹതയുണ്ടാകില്ല. ജാമ്യത്തിനും സാധ്യത കുറവായിരിക്കും. അടിയന്തര ചികിത്സ വേണ്ട സാഹചര്യത്തിൽ മാത്രമാണ് വധശിക്ഷ കിട്ടിയവർക്ക് ജാമ്യം കിട്ടുക. നിലവിലെ സാഹചര്യത്തിൽ 6 വർഷം കഴിയാതെ ഹൈക്കോടതി അപ്പീൽ പരിഗണിക്കാനിടയില്ല. ജയിലിലെ മറ്റ് സ്ഥിരം തടവുകാരെ പോലെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെയും പരിഗണിക്കുക. തടവുകാരുടെ സ്ഥിരം വസ്ത്രവും തിരിച്ചറിയൽ നമ്പരും നൽകും. ജോലിയും ഉണ്ടാകും. അപ്പീലുകളെല്ലാം തള്ളി വധശിക്ഷ ഉറപ്പായാൽ മാത്രമേ പ്രത്യേക
സെല്ലിലേക്ക് മാറ്റാറുള്ളൂ. ഇങ്ങനെ മാറ്റിയിട്ടുള്ള പ്രതികളാരും കേരളത്തിലെ ജയിലുകളില്ല നിലവിൽ. വധശിക്ഷ നിയന്ത്രിക്കാൻ വേണ്ടി അപൂർവം എന്ന നിയമതത്വം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്ന നിർവചനവും കോടതി ഒരിക്കൽ നൽകിയിട്ടുണ്ട്. കൊലപാതകം നടത്തിയ രീതി, കൊലപാതകി എന്ത് ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയത്, കുറ്റകൃത്യത്തിന്റെ ഭീകരത എത്രത്തോളമുണ്ട്, സമൂഹവിരുദ്ധ സ്വഭാവം, കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി, കൊലപാതകിയുടെ സ്വഭാവ സവിശേഷതകൾ, ഈ 5 ഘടകങ്ങൾ പരിഗണിച്ച് വേണം വധശിക്ഷ പുറപ്പെടുവിക്കാൻ എന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. പക്ഷേ കീഴ്ക്കോടതികൾ വ്യാപകമായി വിധി പുറപ്പെടുവിക്കുമെങ്കിലും കേസുകളുടെ സൂക്ഷ്മ പരിശോധനയിൽ സുപ്രീം കോടതി പലപ്പോഴും വധശിക്ഷ ശരിവെക്കാറില്ല. അപ്പീൽ പരിഗണിച്ച് വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കാറാണ് പതിവ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സമീപകാലത്ത് നടന്ന ചില കൊലപാതകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച കേസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. അതിൽ ആദ്യം നമ്മൾ പോകുന്നത് ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മയിലേക്കാണ്. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. എന്താണ് ഷാരോൺ വധക്കേസ് എന്ന് നോക്കാം. പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റ് JP ഭവനിൽ ഷാരോൺ രാജിനെ 2022 ഒക്ടോബർ 14 വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കഷായ ചലഞ്ച് എന്ന വ്യാജനെ കുടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച് അവശനായ ഷാരോൺ ചികിത്സയിലിരിക്കെ 25-നാണ് മരിച്ചത്. ഷാരോൺ കന്യാകുമാരി ജില്ലയിലെ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു. 2021 ഷാരോണും ഗ്രീഷ്മയും സൗഹൃദത്തിലായത്. ഇരുവരും വീട്ടിലും പള്ളിയിലും താലി കെട്ടി. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോത്സ്യൻ പ്രവചിച്ചതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമം തുടങ്ങി. മറ്റൊരാളുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. പിന്മാറാൻ ഷാരോൺ തയ്യാറാവാത്തതിനെ തുടർന്നായിരുന്നു കൊലപാതകം. ജിഷയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിനും വധശിക്ഷയായിരുന്നു. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് പെരുമ്പാവൂർ ജിഷ വധക്കേസ്. പെരുമ്പാവൂരിൽ 29 വയസ്സുള്ള ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവമാണിത്. 2016 ഏപ്രിൽ 28 രാത്രി 8:30-യോടെയാണ് മരിച്ച നിലയിൽ ജിഷയെ അമ്മ രാജേശ്വരി കണ്ടെത്തിയത്. ആദ്യ ദിവസങ്ങളിൽ പോലീസിന്റെ അനാസ്ഥ മൂലം മാധ്യമ ശ്രദ്ധ പതിയാത്തതിനാലും ഇത് അധികമാരുടെ ശ്രദ്ധയിൽ പതിഞ്ഞില്ല. നവമാധ്യമങ്ങളിൽ ജിഷയ്ക്ക് നീതിക്കായുള്ള ക്യാമ്പയിനുകൾ ശക്തമായതോടെയാണ് ഇത് മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത്. DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത്. പ്രതിക്ക് വധശിക്ഷയ്ക്കാണ് വിധിച്ചത്. മറ്റൊരു കൊലപാതകം, ആലുവയിൽ 5 വയസ്സുകാരി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി അസ്ഫാഖ് ആലത്തിനും കോടതി വധശിക്ഷയാണ് വിധിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് ഇയാൾക്ക് വധശിക്ഷ കിട്ടിയത്. പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് പ്രതിക്ക് ജീവിതാവസാനം വരെ തടവ് ശിക്ഷയും വിധിച്ചു. IPC 302 വകുപ്പ് പ്രകാരമാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. ജൂലൈ 28-നായിരുന്നു അതിഥി തൊഴിലാളികളുടെ 5 വയസ്സുകാരിയെ മകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. കേസിൽ ഏകദേശം 800 പേജോളം വരുന്ന കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. അന്വേഷണം പൂർത്തിയാക്കി അതിവേഗമാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനായത്. ഇന്നലെ നെന്മാറ ഇരട്ടക്കൊല കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 38-ാമത്തെ ആളായി ചെന്താമര മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ് ട്രെയിനിലെ ആ ഒരു സംഭവം. ട്രെയിനിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവം. അതിലെ പ്രതി ഗോവിന്ദചാമിക്കും വധശിക്ഷ വിധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.